പേഴ്സണൽ ഫിനാൻസ് ആണ് നമ്മളുടെ റിയൽ ഗെയിമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും നാൾ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ പാലിക്കേണ്ട 4 പ്രിൻസിപ്പിൾസ് നമ്മൾ പാലിച്ചിട്ടില്ല എന്നുള്ളത്. 4 ബേസിക് പ്രിൻസിപ്പിൾസ്, 4 ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ബിസിനസ്സിൽ പാലിക്കാത്തതാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. 4 ബേസിക് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, ബിഗർ ഈസ് നോട്ട് ബെറ്റർ. ബിഗർ ഈസ് നോട്ട് ബെറ്റർ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് തെറ്റിച്ചു. ബിസിനസ്സുകാരൻ എന്തിൻ്റെ പിന്നാലെ പോയി? വലുതിൻ്റെ പിന്നാലെ പോയി. നമുക്ക് വേണ്ടത് വലിയ ബിസിനസ് അല്ല, ബെറ്റർ ബിസിനസ്സാണ്, മികച്ച ബിസിനസ്. എന്താണ് വലിയ ബിസിനസ്? വലിയ ടേൺ ഓവറുള്ള, വലിയ സെയിൽസ് ഉള്ള, വലിയ വോളിയമുള്ള, വലിയ റവന്യൂ ഉള്ള ബിസിനസ്. എന്താണ് ബെറ്റർ ബിസിനസ്? വോളിയം ഒക്കെ കറക്റ്റ്, ഒത്തിരി ഒന്നും കാണത്തില്ല, എന്നാലും എല്ലാ മാസവും നമുക്ക് പേഴ്സണൽ ഫിനാൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് എടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ബെറ്റർ ബിസിനസ്. എന്തുകൊണ്ട് നമുക്ക് പേഴ്സണൽ ഫിനാൻസിലേക്കുള്ള ഫണ്ട് എടുക്കാൻ പറ്റിയില്ല? നമ്മൾ വലുതിൻ്റെ പിന്നാലെ പോയി. നമ്പർ 1 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്പർ 2, രണ്ടാമത്തെ ബിസിനസ് പ്രിൻസിപ്പിൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ബിസിനസ് ഉപയോഗിച്ച് ഗോൾഡൻ ഗൂസ്, നമ്മളുടെ താറാവ് കൃഷി നടത്തണം എങ്കിൽ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: ഡു നോട്ട് യൂസ് ഡെപ്റ്റ് ടു ഗ്രോ. കടം വാങ്ങി ബിസിനസ് വളർത്താൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. 1, വലുതിൻ്റെ പിന്നാലെ പോകരുത്, മികച്ചതാക്കിക്കൊണ്ടേയിരിക്കണം. 2, കടം വാങ്ങി ബിസിനസ് വളർത്താൻ ശ്രമിക്കരുത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. 3, ടേക്ക് കെയർ ഓഫ് യുവർ മണി. മണി മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കാത്തത്. 4, ഗെറ്റ് പെയ്ഡ് അപ്പ് ഫ്രണ്ട്. മുൻപേറ് പൈസ കിട്ടാത്തത്. ഏതൊക്കെ ബിസിനസ്സിൽ ഈ 4 കാര്യങ്ങളില്ലയോ? 1, വലുതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു, ആ ബിസിനസ്സിനെ ബെറ്റർ ആക്കുന്നതിന് പകരം വലുതിൻ്റെ പിന്നാലെ പോകുന്നു. 2, കടം വാങ്ങി വളർത്താൻ ശ്രമിക്കുന്നു. 3, അതിൻ്റെ അകത്ത് വരുന്ന മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ ആക്കുന്നില്ല. 4, അപ്പ് ഫ്രണ്ട് പേയ്മെൻറ്റ് കിട്ടുന്നില്ല. ഈ 4 ബേസിക് പ്രിൻസിപ്പിൾസ് പാലിക്കാത്തതാണ് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ഈ പറഞ്ഞ താറാവ് കൃഷി തുടങ്ങാൻ നമുക്ക് പറ്റാത്തതിൻ്റെ റീസൺ.